Hi friends, welcome back to my channel. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാനൊരു പ്രഗ്നൻസി ജേർണിയിലാണ്. അപ്പോൾ മെറ്റേണിറ്റി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കളറൊക്കെ മാച്ച് ചെയ്ത ഡ്രസ്സൊക്കെ സെറ്റാക്കി, പിന്നെ ചെറിയൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പുറത്ത് ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായത്. ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ലായിരുന്നു, ചെറിയ രീതിയിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡെലിവറി ബാഗ് പാക്കിംഗ് ആണ്. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ ദുബൈയിലാണല്ലോ, ഫുജറയിലാണ്, UAE-യിൽ. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി ഇവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോള് പാറൂന് സ്കൂളുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ നാട്ടിൽ പോകണില്ല എന്ന് കരുതി. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 months ഒക്കെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് നാട്ടിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി നമ്മൾ ഇവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡെലിവറി ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഡെലിവറി പോലെയല്ല. നമ്മുടെ ഇവിടെ ഡെലിവറി ബാഗ് പാക്കിംഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലൈസേഷൻ ഒന്നും അങ്ങനെയല്ല. നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേബിക്കുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചു വെക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അവിടെ നമ്മൾ ബേബിയുടെ സാധനങ്ങളൊന്നും നമ്മൾ ആദ്യം വാങ്ങിക്കില്ല. നമ്മൾ പറയാം ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്കെല്ലാം വാങ്ങിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സെറ്റപ്പ് അല്ല നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ അമ്മയ്ക്കുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ബേബിക്കുള്ള സാധനങ്ങളും എല്ലാം കയ്യിൽ കരുതിയിട്ട് വേണം പോകാൻ. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ മുമ്പുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മളിങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളോട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവാം. അതല്ല CS ആണ്, സിസേറിയൻ ആണെങ്കിൽ 3rd day തന്നെ നമ്മളെ ഡിസ്ചാർജ് ആക്കും. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 3 days പ്രിപ്പയർ ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാൻ. അമ്മയുടേതാണെങ്കിലും കുഞ്ഞിൻ്റെതാണെങ്കിലും നമ്മൾ 3 days എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം. അപ്പോൾ ചില ഹോസ്പിറ്റലുകളൊക്കെ അവർ നമുക്ക് 8th month ഒക്കെ ആകുമ്പോൾ തന്നെ ലിസ്റ്റൊക്കെ തരും എന്ന് പറയുന്നത് കേട്ടു. ലിസ്റ്റ് തരും, അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം. നമ്മൾ ആദ്യം ഇപ്പോൾ ബേബിക്കുള്ള ഡ്രസ്സും മെറ്റീരിയൽസും ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അയൺ ചെയ്തിട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അങ്ങനെയാണ് ഇവിടെ ബാഗ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അവർ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. അത് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, അങ്ങനെ തരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു. അവിടെ സിസ്റ്റർ അടുത്ത് ചോദിച്ചു ലിസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടോ എന്ന്. കാരണം നമുക്ക് 8 month ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ, പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നൊരു ഇതാണല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രത്യേകിച്ച് ലിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, അമ്മയുടേതും കുഞ്ഞിൻ്റെതും ഒരു 3-4 സെറ്റായിട്ട് കരുതി വയ്ക്കാം, അത്ര തന്നെ അവർ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതിന് മുമ്പുള്ള നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലരൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ കപ്പിൾസ് ആയതുകൊണ്ട് നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് UAE കൗൺസിൽ അറ്റസ്റ്റ് ചെയ്ത, അതായത് ഇവിടുത്തെ എംബസി അറ്റസ്റ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. പിന്നെ അമ്മയുടേതും അച്ഛൻ്റെതും എമിറേറ്റ്സ് ID കോപ്പി വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കരുതണം. അപ്പോൾ നമ്മളോട് ആദ്യം ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും കൂടിയിട്ട് ഞാൻ ഇതെല്ലാം കോപ്പി എടുത്തിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട്. ബാഗ് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം മുതലേ ആഗ്രഹിച്ചിരുന്നു മീൻസ് അങ്ങനെയല്ല, പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ വെച്ച് തന്നെ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞങ്ങൾ പ്രൊഫഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് നമുക്ക് ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും ഡെലിവറി, അതല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഇത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുമല്ലോ. നമ്മൾ ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഫോറിൻ കൺട്രീസിലായിരിക്കും ജോലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യം മുതൽ.
അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലെ പോലെയൊന്നുമല്ല ഫോറിൻ കൺട്രീസ്, അവിടുത്തെ ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആണല്ലോ കൂടുതൽ നമുക്ക് അറിയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം, ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു ഒരു ഫോറിൻ കൺട്രിയിൽ എവിടെയെങ്കിലും ഒരു ഡെലിവറി ആവുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അറിയാൻ. അപ്പോൾ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും നാട്ടിൽ പോകണില്ല എന്ന് കരുതി. പിന്നെ ഇവിടെ ആണെങ്കിൽ 7 മന്തിൽ നമ്മൾ നാട്ടിൽ പോകണം. അതിന് പിന്നെ ഫ്ലൈറ്റിൽ കയറാനും അതൊന്നും അലോ ചെയ്യില്ല. അപ്പോൾ പിന്നെ നമ്മൾ 7 മന്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 4-5 മന്ത്സ് ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ പിന്നെ പാറുവിൻ്റെ ഒരു വർഷം കൊണ്ട് പോകും. അപ്പോൾ ഇനി ആദ്യം വീണ്ടും KG2ലേക്ക്. അപ്പോൾ അവൾ ഇവിടെ വന്ന് ഇവിടുത്തെ ലാംഗ്വേജൊക്കെ ഇട്ടൊന്ന് ട്രാക്കായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകണില്ല എന്ന് കരുതി. അപ്പോൾ ഇവിടുത്തെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് പക്ക ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോറിൻ കൺട്രീസിലെ ഡെലിവറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിങ്സോ ഒന്നും സർവീസുകളൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരോടും ചോദിച്ച് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നു. ബാഗ് ഞാനൊരു ട്രോളി ബാഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ബേബിക്കുള്ള സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. 3 ഡേയ്സിനാണ് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ സിസ്റ്റർ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 3-4 സെറ്റ് എന്നാണ് പറഞ്ഞത്. ബേബിയുടേതാണെങ്കിലും 3-4 സെറ്റ്. അപ്പോൾ അവർ ഇവിടെ ബേബീനെയൊക്കെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സ്റ്റാഫാണെന്നാണ് അറിഞ്ഞ് കേട്ട വിവരം, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സെറ്റിങ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്ലീപ്പ് സ്യൂട്ട്, പിന്നെ സ്വാഡൽ റാപ്പ്, പിന്നെ ഈ കയ്യിലും കാലിലും ഇടുന്നുണ്ടല്ലോ ബൂട്ടീസ്, മിറ്റൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സെറ്റായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റിലും ഒരു സ്ലീപ്പ് സ്യൂട്ട്, ഒരു സ്വാഡൽ റാപ്പ്, ബൂട്ടീസ്, മിറ്റൻസ് അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്കുള്ള സെറ്റാണെങ്കിലും ഞാനെല്ലാം മെറ്റർനിറ്റി വെയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒക്കെ ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പാറും കൂടി ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ട്, അവൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ക്രൈനും ആമസോണിലും ഒക്കെ വാങ്ങിച്ചു. പിന്നെ 1-2 ഇൻസ്റ്റാ പേജിലൊക്കെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെയിടാം. നല്ല പ്രോഡക്റ്റാണ്, നല്ല മെറ്റർനിറ്റി വെയർസൊക്കെ അടിപൊളിയാണ്. മാജിക് സിബൊക്കെ വെച്ചിട്ട് ടസൽസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഫ്രോക്ക് നൈറ്റീസാണ്. അപ്പോൾ ഞാനതൊരു 5-6 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോക്ക് നൈറ്റീസ് ഓരോന്നും, ഫ്രോക്ക് നൈറ്റീസും അണ്ടർ ഗാർമെൻറ്റ്സും മെറ്റർനിറ്റി പാഡും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളായിരിക്കില്ല എടുത്തു കൊടുക്കുന്നത്. ഇവർ സിസ്റ്റേഴ്സ് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൂടെ ഉള്ളവരാവും എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ആദ്യം വെൽ പാക്ക്ഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ നാട്ടിലത്തെ പോലെ കുറേ പാത്രങ്ങളും സംഭവങ്ങളൊന്നും കെട്ടിവെച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഫുഡൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻറ്റിനുള്ള ഫുഡ് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് അവർക്കുള്ള ഡ്രസ്സും എന്താ പറയുക ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകില്ല. നമുക്ക് ഹോസ്പിറ്റൽ അധികം ദൂരമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ആകെ 10 മിനിറ്റ്സേ പോകാനുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. ഫിജറയിൽ ഇവിടെ അൽഷാർക്ക് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മലയാളിയൊന്നും അല്ല, പക്ഷെ നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ക്ലാസ്സിൻ്റെ പ്രിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല ആലോചിച്ച് തന്നെയാണ് ഇവിടെ ഒരു ഡോക്ടറിനെ സെലക്ട് ചെയ്തത്. പിന്നെയൊക്കെ നമുക്ക് ഓരോ എന്താ വരാൻ പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ഡോക്ടറെ തന്നെ ആദ്യം തൊട്ടേ കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുള്ള സമയമാണ്. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാം ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ബേബിക്ക് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പ് സ്യൂട്ട്, ഈ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് വരുന്ന അങ്ങനത്തെ സ്ലീപ്പ് സ്യൂട്ടുകളാണ് മേടിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക മുൻകെട്ടി പിൻകെട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഡ്രസ്സുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വീട്ടിൽ വന്നാൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒന്നും പറ്റില്ല, ഫുൾ AC ഒക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമേ അവർ ഫുള്ളി കവേർഡ് ഡ്രസ്സെന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനത്തെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ടവല്, ബാത്ത് ടവല്, അത് തോർത്തോ ടവലോ എന്താ നമ്മുടെ സൗകര്യമെങ്കിൽ അത്. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, കാരണം നല്ല തണുപ്പായിരിക്കും, AC ഉണ്ടാവും. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഡ്രൈ സ്കിന്നുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ മോയ്സ്ചറൈസർ കയ്യിൽ കരുതുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ ക്ലിപ്പ്, 2 ഹെയർ ബണ്ണ്, ഒരു കോമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കരുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പാക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കുള്ള സാധനങ്ങളും ബേബിക്കുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു 3-4 സെറ്റ് വെച്ചിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അമ്മയുടെ സാധനങ്ങൾ മെയിനായിട്ട് മെറ്റർനിറ്റി വെയേഴ്സും മെറ്റർനിറ്റി പാഡും മാത്രമേ ഉള്ളൂ.
പിന്നെ ബേബിക്കുള്ള സാധനങ്ങൾ ഇതെല്ലാം ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സ്ലീപ്പ് സ്യൂട്ടുകളാണ്. മെയിനായിട്ട് നമ്മളിവിടെ ഫുള്ളി കവേർഡ് സ്ലീപ്പ് സ്യൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഓരോ സ്ലീപ്പ് സ്യൂട്ടിനുള്ളിലും ഒരു സെറ്റ് ബൂട്ടീസ്, മിറ്റൻസ്, ഒരു ക്യാപ്പ്, പിന്നെ ഒരു ഡയപ്പർ, ഇങ്ങനെയാണ് ഒരു സെറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 സെറ്റാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ലൈറ്റ് കളേഴ്സല്ല യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതിൽ നല്ല ലൈറ്റ് കളേഴ്സാണ് ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡയപ്പർ ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വാങ്ങിച്ചത് പ്യുവർ ബോണിൻ്റെ ഓർഗാനിക് ബാംബു ഡയപ്പേഴ്സാണ്. കാരണം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് പ്രോഡക്റ്റ് മതി എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇതിൽ നിന്ന് സെപ്പറേറ്റ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബേബീനെ റിസീവ് ചെയ്യാനും ഒക്കെ ആയിട്ട് സ്വാഡൽ റാപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സെറ്റ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ സ്വാഡൽ റാപ്പ്, അതിൻ്റെ ഉള്ളിൽ ഓരോ സെറ്റ് ഡ്രസ്സ്, ഡയപ്പർ, ബൂട്ടീസ്, മിറ്റൻസ്, അങ്ങനെ. അപ്പോൾ ഒരു 3 സെറ്റായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് നോർമലി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്, വേണ്ടി വരുവാണെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ബേബി ബ്ലാങ്കറ്റും കൂടി ഞാൻ കൂടെ എടുത്ത് വെക്കുന്നുണ്ട്, ആവശ്യം വരുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ. പിന്നെ ഇവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ച വാഷ് ക്ലോത്ത്സിൻ്റെ കൂടെ തന്നെ ഒരു ബേബി ടവലും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സൗകര്യം അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു ബേബി തോർത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാഷ് ക്ലോത്ത്സ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ജസ്റ്റ് വൈപ്പ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. പിന്നെ അമ്മയ്ക്കുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ കോപ്പി എടുത്ത് വയ്ക്കാൻ, അപ്പോൾ അതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മെറ്റേണിറ്റി പാഡുകൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇതുപോലെ ഓരോ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു മെറ്റേണിറ്റി വെയർ, അതിൽ അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ മെറ്റേണിറ്റി പാഡ്, അങ്ങനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു കോമ്പ്, പിന്നെ 2-3 ഹെയർ ബണ്ണ്, ഒരു ഹെയർ ക്ലിപ്പ്, പിന്നെ മോയ്സ്ചറൈസർ ലോഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് കയ്യിൽ വെക്കേണ്ടത്. പിന്നെ ഒരു പെർഫ്യൂം, ഒരു ലിപ് ബാം. ഇത് ഓപ്ഷണലാണ്, ഓരോരുത്തർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത്രയും കൂടി ഞാനൊരു വേറൊരു കവറിലിട്ടിട്ട് കയ്യിൽ കരുതുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയില്ല. പിന്നെ ഒരു സെറ്റ് ഡ്രസ്സ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ഒരു കവറിൽ പാക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഡെലിവറി കഴിഞ്ഞ വഴിക്ക് സിസ്റ്റേഴ്സ് അവിടെ നമുക്ക് ഡ്രസ്സ് ചോദിക്കുമ്പോൾ കൂടെ ഉള്ളവർക്ക് എടുത്തു കൊടുക്കാൻ സൗകര്യത്തിന് ഞാനൊരു സെപ്പറേറ്റ് കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടവലും കൂടിയും കൂടെ കരുതിയിട്ടുണ്ട്. അത് അമ്മയ്ക്കുള്ളതും കുഞ്ഞിനുള്ളതും സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ട്രോളി. അപ്പോൾ ആദ്യം തന്നെ ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ ഈ ഒരു സിബിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2 പോർഷനായിട്ടാണ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് ഫുള്ള് ബേബിയുടെ ഐറ്റംസും, അപ്പോൾ അതിൽ മെയിനായിട്ട് ഡ്രൈ ഷീറ്റും ബ്ലാങ്കറ്റും ഏറ്റവും അടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അത് ഓപ്ഷണലാണ്, അവിടെ പോയി കഴിഞ്ഞാൽ യാതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2-3 സെറ്റ് എക്സ്ട്രാ ബേബി ഡ്രസ്സ് ഞാൻ കരുതി വെക്കുന്നുണ്ട്. കാരണം ബേബിയുടെ ഡ്രസ്സ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എക്സ്ട്രാ എപ്പോഴും കയ്യിൽ കരുതണം. പിന്നെ ഇതുപോലെ സ്വാഡൽ റാപ്പ്, ഒരു സെറ്റ് ഡ്രസ്സ്, ബൂട്ടീസ്, ഇങ്ങനെ സെറ്റാക്കിയിട്ട് 3 സെറ്റായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വെക്കുന്നുണ്ട്. കൂടെ ബേബിക്കുള്ള ടവൽ, അത് തോർത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയപ്പേഴ്സ്, അത് സെപ്പറേറ്റ് ഒരു കവറിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാഷ് ക്ലോത്ത്സ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒരു 4-5 എണ്ണം സെപ്പറേറ്റ് ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷം ഓരോ സെറ്റ് സ്വാഡൽ റാപ്പ്, സ്ലീപ്പ് സ്യൂട്ട്, ബൂട്ടീസ്, മിറ്റൻസ്, ക്യാപ്പ്, ഡയപ്പർ, ഇത് വരുന്ന ഓരോ സെറ്റ്, അത് 3-4 സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 സെറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് ഇതുപോലെ
ഓരോ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേബീനെ റിസീവ് ചെയ്യാനുള്ളതും പിന്നെ അതിനുശേഷം യൂസ് ചെയ്യാനുള്ള 1-2 സെറ്റായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പാക്ക് ബേബി വൈപ്സും കൂടി എടുത്തു വെക്കുന്നുണ്ട്. ബേബി വൈപ്സ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമാണ്. ചെറിയൊരു പാക്കാണ് ഞാനിപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. ഇനി ബാക്കി ഹാഫ് പോർഷനിൽ അമ്മയ്ക്കുള്ള ഡ്രസ്സാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ റോളാക്കിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ സെറ്റാക്കി വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മെറ്റേണിറ്റി പാഡ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ളത് അത് സെപ്പറേറ്റ് കുറച്ച് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ വഴിക്ക് അവർ നമുക്ക് ലേബർ റൂമിൽ നിന്നോ തിയേറ്ററിൽ നിന്നോ ചോദിക്കുകയാണെങ്കിൽ എടുത്തു കൊടുക്കാൻ സൗകര്യത്തിന് ഞാനിത് സെപ്പറേറ്റ് ഒരു സിപ്ലോക്ക് കവറിൽ പാക്ക് ചെയ്ത് ഒരു സെറ്റ് മെറ്റേണിറ്റി വെയർ, അണ്ടർ ഗാർമെൻറ്റ്സ്, മെറ്റേണിറ്റി പാഡ് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, വെറ്റ് വൈപ്സ്, പിന്നെ ഫേസ് വാഷ്, കോംബ്, ഹെയർ ക്ലിപ്പ് അങ്ങനെ ഒരു പാക്ക്, പിന്നെ ബാത്ത് ടവൽ. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം എടുക്കേണ്ട സാധനങ്ങൾക്കനുസരിച്ചിട്ട് മേലെ വെച്ച് ബാഗ് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇതിലേത് സെറ്റാണോ നമ്മൾ ബേബീനെ റിസീവ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് അതാണ് ഞാൻ ഏറ്റവും മുകളിലായിട്ട് എടുത്തു വെക്കുന്നത്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് ആ 2 സെറ്റ് ഞാൻ മുകളിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേതാണ് നമ്മൾ ഫസ്റ്റ് ബേബിക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എടുക്കാൻ എളുപ്പത്തിനായിട്ട് മുകൾ ഭാഗത്തായിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ് പാക്കിങ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മറക്കാതെ കയ്യിൽ വെക്കേണ്ട സാധനങ്ങളാണ് ചാർജർ, ഹെഡ്ഫോണ് അങ്ങനെയുള്ള 1-2 സാധനങ്ങൾ. അത് നമ്മൾ ആ പോകുന്ന സമയത്ത് എടുത്തു വെച്ചാൽ മതി. പിന്നെ ഈ ട്രോളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് സിബിൽ 1-2 പ്ലാസ്റ്റിക് കവറുകളും കൂടിയും എടുത്തു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് സെറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതണം. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് അറിയുന്ന വിവരങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.